ബാക്ക് ടു അവർ ചാനൽ അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നത് നമ്മളും ഇതാ കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് അടുത്തൊരു പൊന്നോണം കൂടി വന്നെത്തിയിരിക്കുകയല്ല. അപ്പോൾ എന്നാലും ഇന്നിപ്പോൾ തിരുവോണമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ എല്ലാവരുടെയും ഓണവിശേഷങ്ങളൊക്കെ എവിടം വരെ എത്തി, എല്ലാവരും എന്തൊക്കെയോ പരിപാടികൾ. അപ്പോൾ നമുക്കിതാ ഓണവിശേഷങ്ങൾ നമ്മുടെ സദ്യയുടെ പരിപാടികളൊക്കെ ഇതാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പകുതിയോളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ബാക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ രാവിലത്തെ ആ ഒരു കുക്കിങ്ങിൻ്റെ വ്ളോഗൊന്നും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല, വേറൊന്നുമല്ല. നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ റെഡിയാക്കും വേണം. അതിൻ്റെ കൂടുതൽ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് ലാഗ് ആകുമല്ലോ, പിന്നെ ഓണവും കൂടിയല്ല. അപ്പം നല്ല അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ട്. മാത്രമല്ല നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെ എണീച്ചപ്പോൾ നല്ല മഴയും തണുപ്പും കോടയൊക്കെ ആയിട്ട് നല്ലൊരു എന്താ പറയുക, ഇന്നിപ്പോൾ തെളിച്ചുണ്ടാവില്ല എന്നാട്ടോ വിചാരിച്ചത്. പക്ഷേ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു കോടയൊന്ന് മാറിയപ്പോഴത്തേനും നല്ലൊരു തെളിച്ചം വന്നിട്ട്. പക്ഷേ അങ്ങനെ വെയിലോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് അത്തത്തിന് നല്ല വെയിലായിരുന്നു, പൊള്ളുന്ന വെയിലായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ പറയാറുണ്ട് അത്തം വെളുത്ത ഓണം കറക്കും, ഓണം കറുത്ത അത്തം വെളുക്കും, അങ്ങനെ ഓപ്പോസിറ്റ് പറയാറുണ്ട്. അപ്പോൾ എത്ര സ്ഥലങ്ങളിലേക്ക് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്തത്തിന് നല്ല വെയിൽ കിട്ടിയതുകൊണ്ടായിരിക്കണം നമുക്ക് ഓണത്തിന് നമുക്ക് അങ്ങനെ വെയിലോ കാര്യങ്ങളൊന്നും എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ക്ലൈമറ്റിനെ അപേക്ഷിച്ച് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം മഴയില്ലാത്തതിന്, കാരണം നമുക്ക് കൂടുതലും മഴയും കാര്യങ്ങളും തന്നെ ആയിരിക്കും. അപ്പോൾ എന്നാലും ഇന്നത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞു തീരുമ്പോഴത്തേക്കും ഇവിടെ ചെറുതായിട്ട് പെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ക്ലൈമറ്റൊക്കെ ഒന്ന് മൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പെയ്യാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്, നല്ല തണുപ്പുമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മളെ വീട്ടിലേക്ക് കയറി വന്നപ്പോഴത്തേനും അമ്മായി ഇതാ നമ്മുടെ ആവണിക്കുട്ടിനെ വെച്ചിട്ട് പൂവൊക്കെ വെച്ചിട്ട് സുന്ദരാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ആവണിക്കുട്ടി ധാര പൂ വെച്ച് തന്നേ, സത്യം ധാര പൂ വെച്ച് തന്നേ. അവിടെ വെക്കി, അവിടെ വെക്കി. ഇതാ മാലയൊക്കെ ഉണ്ടല്ലോ, പുതിയ മാലയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഒരു ഹായ് പറഞ്ഞേ, ഹായ് ഹായ് കൊടുക്ക്, ഒരു ഹായ് കൊടുക്ക്. മുന്നേ അവിടെ നോക്കി അമ്മായി അടുത്തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് പോയിട്ട് അടുക്കളയിൽ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ നോക്കാം. അമ്മായി ഒരു ഹായ് കൊടുത്ത് എല്ലാവർക്കും ഹായ്. അപ്പൊ അടുക്കളയിൽ വന്നപ്പോ എല്ലാരും തിരക്ക് പിടിച്ച പണിഞ്ഞാട്ടോ. അമ്മ സദ്യയൊക്കെ എന്തായി? അമ്മ തിരക്ക് പിടിച്ച പണി ഓരോന്നൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മുടെ ആവണി വീടിന്റെ ഫ്രണ്ടിൽ തന്നെ എല്ലാത്തിനും ഫ്രണ്ടിലുണ്ട് കേട്ടോ. ഒരാളിവിടെ പപ്പടം കാച്ചിട്ട് ഒരാളുടെ സാധനങ്ങളൊക്കെ ഇതാ കറികളൊക്കെ നമ്മൾ ഓൾറെഡി ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പാത്രങ്ങളിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ആവണിക്കുട്ടി ഇതാ അച്ഛനമ്മായിനെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. പപ്പടം കാച്ചാൻ വേണ്ടി പപ്പടമൊക്കെ എടുത്ത് കൈ കൊടുക്കണ്ടേ. പപ്പടമൊക്കെ ആയല്ലോ. അപ്പൊ ഒരു പപ്പടം പോയി കുഞ്ഞു ആൺകുട്ടിയാണ് പപ്പടം കാച്ചണേ. അമ്മായി എല്ലാരും കുത്തനെ കാച്ചണേ. ഓ ഓ ഓ ആൺകുട്ടി ഒറ്റ ഇടലാണല്ലോ പപ്പടമൊക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അമ്മയിൽ ഇവിടെ ഓരോരോ സാധനങ്ങളായിട്ട് പാത്രങ്ങളിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ക്യാബേജ് തോരനാണ്. അതേപോലെ തന്നെ മത്തങ്ങയും വൻപയറും കൂടി വെച്ചിട്ടുള്ളതാണ്. എരിശ്ശേരി എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ. അതുപോലെ തന്നെ നാരങ്ങ അച്ചാറാണ്. അപ്പോൾ വടികപ്പുളി നാരങ്ങയുടെ അച്ചാറാണ് നമ്മുടെ ഇവിടെ തന്നെ പറിച്ചിട്ട് നമ്മളിവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇതാ ഇഞ്ചിയിൽ അങ്ങനെ ഓരോരോ വിഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഓരോ വഴിക്ക് ഇങ്ങനെ കാണാം. പപ്പടത്തിന്റെ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാളും കൂടി ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സദ്യ റെഡിയാക്കുന്നതിന്റെ തിരക്കിലാണ് എല്ലാവരും. ഇനി നമുക്ക് ഈ സദ്യ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇല മുറിക്കാനുണ്ട്. അപ്പോൾ നല്ല ഫുഡിൻ്റെ പരിപാടി ഒന്ന് സെറ്റായിട്ട് നമുക്ക് ഇല മുറിക്കാൻ പോകാമെന്ന് വെച്ചിട്ടാണ്. നമ്മുടെ ഫുഡിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഇലയൊക്കെ എത്തിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇലകൾ ഫുള്ള് നമ്മുടെ സ്വന്തം ബ്ലോക്കത്ത് ഇടുന്നുണ്ട്. ഇലയിലൊക്കെ നന്നായിട്ട് തുടയ്ക്കാം. ഇല ആയതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് തുടച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സാമ്പാറൊക്കെ ചിലപ്പോൾ ഇലയുടെ അടിയിൽ കൂടെ പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു വെള്ളത്തിലേക്ക് മുക്കിയിട്ട് വെറുതെ ഒന്ന് ഇങ്ങനെ നൈസായിട്ട് തുടച്ച് കൊടുക്കുന്നേ ഉള്ളൂ. കുറച്ച് തെളിച്ചിട്ടുണ്ട്, വെയിലുണ്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ അന്തരീക്ഷമൊക്കെ നിൽക്കാനായിട്ട്. ചോറൊക്കെ നേരത്തെ തന്നെ ആയിട്ടുണ്ട്. ആ ചോറൊക്കെ വെന്ത് വാർത്ത് വെച്ചിരിക്കണം. അപ്പൊ വെള്ളം കുറച്ചുകൂടി ഒന്ന് വാരാനുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് എടുത്ത് അതിന് സെറ്റാക്കാം. അതാ നമുക്കിന്ന് പായസം ഇടാം. സേമിയ പായസം ആയിട്ട് നല്ല ഒരുപാട് വെള്ളം അല്ലല്ലോ, ഒട്ടും കുറുകിയ ഒരു പാകത്തിനൊരു കൺസിസ്റ്റൻസിയിലാട്ടോ ഇപ്പൊ എടുത്തിട്ടുള്ളത്. അങ്ങനെ എന്തായാലും നമുക്കിന്ന് പായസം ഒക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. പായസം ഇതാ നമുക്ക് സേമിയ പായസമാണ്. അപ്പോൾ ഒരുപാട് ലൂസും അല്ല ഒരുപാട് ടൈറ്റും അല്ല, ഒരു പാകത്തിനൊരു കൺസിസ്റ്റൻസിയിലാട്ടോ എടുത്തുള്ളത്. അപ്പോൾ ഇതിൽ ഏലക്കാപ്പൊടി ജീരകമൊക്കെ പൊടിച്ചിട്ട് അതിൻ്റെ ഒരു സ്മെല്ല് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അപ്പോൾ കറക്റ്റ് പരിവായിട്ട് നമുക്ക് ഇറക്കി ഒന്ന് വാങ്ങി വെക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ അവിയലും അതേപോലെ തന്നെ സാമ്പാർ എല്ലാം നമ്മളിപ്പോൾ പാത്രങ്ങളിൽ ആക്കി ഇപ്പോൾ വിളമ്പാൻ വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് എല്ലാം ഒന്ന് അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് വിളമ്പാം കേട്ടോ വാഴയിലൊരു.
അങ്ങനെ ഇതാ കുറച്ച് പേര് സദ്യ കഴിക്കാൻ വേണ്ടി ഇതാ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാമനാണ്, മാമൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളാട്ടോ, മാമൻ്റെ മോനാണ്. ആൾ പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാട്ടോ. പിന്നെ ഇതാ ഏട്ടനോട് വരയ്ക്കുന്ന 2 സാറന്മാരടപ്പം എന്തായാലും നമ്മളിതാ അവർക്ക് ഫുഡൊക്കെ ഇതാ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ഉണ്ട് കേട്ടോ, ആളിതാ അച്ചാർ അവിടെ തപ്പിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ പുറക്കെ വരും കേട്ടോ. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഉപ്പ് വിളമ്പി, അങ്ങനെ വിളമ്പുമ്പോൾ ഇങ്ങനെ ഓരോന്നുണ്ടല്ലോ, അപ്പം അതിനനുസരിച്ച് ഞങ്ങൾ ഉപ്പ്, അതുപോലെ തന്നെ വേറെ എന്താ കായ വറുത്തത്, അതുപോലെ തന്നെ എന്താ ശർക്കര ഉപ്പേരി, ഇതൊക്കെ ആട്ടോ നമ്മൾ വിളമ്പിട്ടതാ. വന്നല്ലോ വനമാല, പറഞ്ഞു തരാത്ത പോലെ നമ്മുടെ ആവണിക്കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആൾ അച്ചാറ് വിളമ്പാനുള്ള തയ്യാറെടുപ്പിലാണേ. പാത്രം കൈ കിട്ടി പിന്നെ ഞങ്ങൾ ഇങ്ങനെ കേട്ടോ. പിന്നെ താഴെ വെക്കണമെങ്കിൽ ആ ഒരു വിളമ്പൽ ഫുള്ള് തീരണം. ഇന്നത്തെ വിളമ്പൽ ഫുള്ള് നമ്മുടെ ആവണിക്കുട്ടി ഏറ്റെടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അച്ചാർ എത്ര ഇട്ട് കൊടുത്തിട്ട് ആൾക്ക് മതിയാവുന്നില്ല. അപ്പോൾ ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്താൽ വീണ്ടും വിളമ്പാൻ വേണ്ടി ഇറങ്ങിയിരിക്കണം. അപ്പോൾ എന്തായാലും അച്ചാർ കഴിച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാവരും ആദ്യത്തെ ട്രിപ്പിലിരുന്ന് ഒരു ഫുള്ള് വയർ നിറയ്ക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. കാരണം ഒരു റൗണ്ട് അച്ചാർ വിളമ്പി ആൾ പിന്നെ ഇത് അടുത്ത റൗണ്ടും കൂടി ആദ്യം എവിടെ നിന്നാണോ തുടങ്ങി അവിടെ തന്നെ വീണ്ടും തുടങ്ങി ഇതാ വിളമ്പിക്കൊണ്ടിരിക്കുവാണ്. ഇനി നമുക്ക് എന്തായാലും പായസം കൊടുക്കാം. അപ്പോൾ സദ്യയൊക്കെ വിളമ്പി കറികളെല്ലാം വിളമ്പി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സേമിയ പായസമാണേ. നമുക്ക് നല്ല ഇതിപ്പോൾ ഇങ്ങനെ വിളമ്പുമ്പോൾ തന്നെ ആ ഒരു നമ്മുടെ ഏലക്കയുടെയും അതുപോലെ തന്നെ ജീരകത്തിൻ്റെയൊക്കെ സ്മെല്ല് നല്ല രീതിയിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് എല്ലാം പാട് ചേരുമാതിരി നെയ്യും എല്ലാം പാട് ചേർന്നൊരു പ്രത്യേക സ്മെല്ല് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതാ ഗ്ലാസ്സുകളിലൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കൊണ്ടുപോയി കൊടുക്കാം. പായസം കേട്ടോ നമ്മൾ ലാസ്റ്റ് കഴിച്ചത്, അതുകൊണ്ട് തന്നെ പായസത്തിൻ്റെ ആ ഒരു ഗ്ലാസ് പിടിക്കുമ്പോഴത്തേക്കും നല്ല ചൂടുണ്ടേ. അപ്പം എന്തായാലും അവർ ഫുഡ് കഴിക്കട്ടെ. ഇവിടെ വന്നപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ കളിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ നാളെ നല്ല കൊഞ്ചലാട്ടോ, ഓരോരുത്തരടുത്ത് മാറി മാറി ഇരുന്നുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ചോദിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മുടെ അച്ഛമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ആളടുത്ത് നമ്മൾ ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ആൾ ഇരുന്നതേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ട്രിപ്പ് അവർ ഇരുന്നതാ കഴിച്ച് കഴിഞ്ഞ് നീച്ചിട്ടുണ്ട്. അപ്പോൾ ആളിത് അവസാനം ഇരുന്നിട്ടുണ്ടോ. ആൾക്ക് ഇതേപോലെ നമ്മളെ കൂടെ ഇങ്ങനെ തറയിൽ ഇങ്ങനെ ചന്ദനം പടിഞ്ഞ് ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മുട്ടുവേദനയുടെ ഒരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടേ ആളിതാ നേരെ സോഫയിൽ കയറി സീറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അച്ഛൻ്റെ കാലൊക്കെ നീട്ടി സോഫയിൽ സമാധാനത്തോടെ കഴിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു കുട്ടിക്കുറുമ്പി കണ്ടോ, അച്ചാറ് മാറ്റിയതാ ഞങ്ങൾ വേറെ ഐറ്റാട്ടോ ഇപ്പോൾ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താ എനിക്ക് തോന്നുന്നു ശർക്കര ഉപ്പേരി അങ്ങനെ എന്തോ സംഭവമാണ് തോന്നുന്നത് കയ്യിലിട്ടോ. കാരണം അവർക്ക് കയ്യിലെടുത്താൽ പോകുന്ന ആൾ എടുത്തിട്ട് വിളമ്പാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ആളുടെ ആ ഒരു സൈസിനനുസരിച്ചുള്ള സംഭവം ആളെടുക്കുള്ളൂ. ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഇതാ ഇരുന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിച്ചവർ വിളമ്പുന്നുണ്ട്. അപ്പോൾ എന്നാലും ആ ഒരു സദ്യ കഴിക്കേണ്ട ഒരു പരിപാടി എടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നാലും അവർ കഴിക്കട്ടെ. അതേപോലെ നമ്മുടെ അച്ഛമ്മ ഇത് അവിടെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളവും അതുപോലെ തന്നെ സദ്യയൊക്കെ ആയിട്ട് നമ്മൾ അവിടെ തന്നെ വെച്ച് കൊടുത്തിട്ട് ടേബിളിൽ ഇരിക്കാന്ന് പല ടേബിളൊന്നും ഇരിക്കണം, ഇങ്ങനെ ഇരുന്നോളാന്ന് പറഞ്ഞപ്പോൾ നമ്മളും ഇവിടെ തന്നെ ആളിരിക്കണം. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ താഴെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ തറയിൽ തന്നെ ഇരുന്നോടെ നമുക്ക് ആ ഒരു ഭാഗത്ത് ടേബിൾ ഇടാനുള്ള ഒരു സ്പേസും ഇല്ല കേട്ടോ. പിന്നെ അച്ഛമ്മ അവിടെ തന്നെ ഇരിക്കാന്ന് പറഞ്ഞപ്പോൾ അച്ഛമ്മ അവിടെ ഇരിക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആവണിക്കുട്ടി എന്തൊക്കെയോ കുസൃതികൾ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഒരുപാട് പേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആളും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇതേപോലെ ഓണം, വിഷു അങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് ഇതേപോലെ തറയിൽ ഇരുന്നിട്ടാട്ടോ ഫുഡ് കഴിക്കാറ്. അങ്ങനെ നമ്മൾ തറയിലിരുന്ന് എല്ലാവരും കൂടിയൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. കാരണം എന്നൊന്നും എല്ലാവരും ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ വാഴയിലേക്ക് ഇട്ട് ഒരു നാടൻ രീതിയിൽ തന്നെ കേട്ടോ. അപ്പോൾ ഏട്ടനും വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടനുള്ള ഇലയാട്ടോ അവിടെ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനും വന്നിട്ടുണ്ട്. എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ചെറിയ ഇല നമ്മുടെ ആവണിക്കുട്ടിയുടെ ആ ഒരു സൈസിനനുസരിച്ച് ചെറിയ ഇല നമ്മൾ വാഴയില വെട്ടാൻ പോയപ്പോൾ ഏട്ടൻ വെട്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവൾ 2 വായ കഴിച്ചിട്ട് നേരെ 2 വായ കഴിച്ചു എന്ന് പറയാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് വിളമ്പണല്ലോ. അപ്പോൾ ധൃതി പിടിച്ച് പണിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിളമ്പി കൊടുത്ത് ഒരു റൗണ്ട് വിളമ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്നിരുന്നുണ്ടായി വന്നിരുന്ന് നമ്മുടെ ആവണിക്കുട്ടിക്ക് ഉമ്പ് വേണം എന്നാട്ടോ പറയുന്നത്. ഉമ്പ് തരാമെന്ന് പറയുമ്പോൾ ഉമ്പ് സ്വന്തമായിട്ട് എടുക്കാൻ പോണ പരിപാടിക്കാണോ എന്താണെന്നറിയില്ല കേട്ടോ. ആളിതാ നേരെ നീച്ച് നിൽക്കുവാണ് ഇപ്പോൾ. അപ്പോൾ ഇതേപോലെ കേട്ടോ അവൾ കുറച്ച് നേരത്തെ ഇതേപോലെ വന്നിരുന്നിട്ട് അതേ സ്പീഡിൽ തന്നെ പോയതാട്ടോ. ഇങ്ങനെ ഓടി നടക്കും കേട്ടോ. ഇങ്ങനെ നല്ല രസമായിട്ടോ ആളുടെ ഒരു കളിയും ചിരിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കി ആ ചെറിയൊരു ഗ്യാപ്പിൽ കൂടെ സ്ഥലം ഉണ്ടാക്കിയിട്ട് ഓടി കളിക്കുവാണ്. സദ്യ ഇപ്പൊ കഞ്ഞിയാക്കുന്നാട്ടോ തോന്നുന്നു. ഉമ്പ് എടുത്ത് ചോറിലൊഴിക്കുന്നു പറഞ്ഞാണ് അവിടെ നിൽക്കുന്നത്.
അത് വേറൊന്നുമല്ല കേട്ടോ, മാമൻ ആരും വരുന്നില്ലല്ലോ എന്ന് പറയാൻ കാരണം നമ്മൾ ഈ സദ്യ വിളമ്പി ഒരില എക്സ്ട്രാ വിളമ്പി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല കേട്ടോ, നമുക്ക് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ 1-2 പേര് എപ്പോഴും നമുക്ക് ഓണത്തിന് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരില എക്സ്ട്രാ വരികയും ചെയ്തില്ല. പിന്നെ ആരും വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മാമൻ ഇങ്ങനെ പുറത്തുനിന്ന് പറയുവാണേ. അപ്പോൾ നോക്കി ഓൾ റൗണ്ടിൽ ഇതാ നമ്മുടെ ആവണിക്കുട്ടി ഇതാ ഫുൾ പവർ ആയിട്ടുണ്ട് കേട്ടോ. ആളുടെ സദ്യയൊക്കെ ഇതാ 2 വായി കഴിച്ചിട്ട് പിന്നെ ആൾ വേറെ പണിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നോക്കി ചെറിയൊരു ഗ്യാപ്പ് മതി, ഞങ്ങൾ സ്ഥലം ഉണ്ടാക്കി പൊക്കോളും. ഇവളിങ്ങനെ ചെറിയ ക്യാപ്പിൽ കൂടി നടന്നു പോകുമ്പോഴേ എൻ്റെ മനസ്സിൽ വരുന്നല്ലോ കേട്ടോ, സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാമൻ ഇന്ന് സദ്യയിൽ കുളിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ പോട്ടെ, ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ചങ്ക് മുത്തുമണീസും ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചോ. ചിലപ്പോൾ നിങ്ങളെല്ലാവരും സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ പിറ്റേ ദിവസമൊക്കെ ആയിരിക്കട്ടെ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടത്. വേറെ ഒന്നുമല്ല, കട്ടിങ്ങും എഡിറ്റിങ്ങും മറിച്ചിങ്ങും എല്ലാം കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേനും ചിലപ്പോൾ ഒരു ടൈം ആകും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നാലും എപ്പോൾ അപ്ലോഡ് ചെയ്യുന്നു ചിലപ്പോൾ തിരുവോണം കഴിഞ്ഞിട്ടാവാനാണ് എന്തായാലും ചാൻസ്. നമുക്ക് നോക്കാം, മാക്സിമം സ്പീഡായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. ഞങ്ങളിവിടെ എല്ലാവരും ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മുടെ ആവണിയുടെ ഓണം സ്പെഷ്യൽ ഓണക്കളിയാണ് തോന്നുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെയാണ് അയാൾ. ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് മലയാളികൾ ഉണ്ടാവില്ലേ, അവരിപ്പോൾ ഇതുപോലെ നമ്മുടെ ഓണം ഇങ്ങനെ നാട്ടിൽ വന്നിട്ട് ആഘോഷിക്കുന്നതും അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഓരോ ടൈമും അതൊക്കെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും അവർക്ക് എൻ്റെയും നമ്മുടെ ആവണി സ്ലോഗിൻ്റെ ഒരു സ്പെഷ്യൽ ഒരുപാട് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ അവിടെ ഓണം അടിച്ച് പൊളിച്ച് ആഘോഷിക്കും. നാട്ടിൽ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തകർത്ത് ഓണം ആഘോഷിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ആവണിക്കുട്ടി അവസാനം ഓടി മടുത്തിട്ട് ഇതാ സൈഡായിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഇരിക്കാൻ ചാൻസ് ഒന്നുമില്ല. ഇരിക്കുന്ന അതേ സ്പീഡിൽ തന്നെ എണീച്ച് ഓടാനാണ് ചാൻസ്. ഇതാ അച്ഛൻ മാമ കൊടുത്തിട്ട് വേണ്ടെന്ന് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതാ സ്വന്തമായിട്ട് ഇതാ ആരുടെ ഇലയാണോ ഇതാ അവളുടെ അച്ഛമ്മയുടെ ഇലയിൽ നിന്ന് എടുത്ത് കഴിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും 2 വായി കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ, കാരണം ഈ ഓട്ടം തന്നെയാണ് കേട്ടോ. നേരത്തെ ഒരു 2 വായി 2 കഷ്ണം എന്തോ കഴിച്ചിട്ടാണ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇതൊക്കെയാണ് നമ്മുടെ ആവണിക്കുട്ടിയുടെ കഴിക്കില്ല. എന്തായാലും അവൾ കഴിക്കട്ടെ, കാരണം അവൾക്ക് ഇങ്ങനെ ഓടി നടന്ന് കഴിക്കുന്നതിനോട് ആട്ടോ ഇഷ്ടം. കാരണം ഒരു സ്ഥലത്ത് ഉറച്ചിരുന്ന് ആ കഴിക്കുന്നതോട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഓടി ചാടി നടക്കണം. അപ്പോൾ എണീക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നു. ഇല്ല അച്ഛമ്മയുടെ അടുത്ത് എന്തോ ഒരു സംഭവം കഴിച്ചിട്ട് നേരെ പോണത് അച്ഛൻ്റെ അടുത്തേക്കാണ് കേട്ടോ. എണീക്കാനൊന്നും വയ്യാന്നാണ് തോന്നുന്നത്, ഓടി മടുത്തു. ഞങ്ങൾ സദ്യ കഴിക്കലൊക്കെ ഇതാ ഓരോ വഴിക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേനും നമ്മുടെ ആവണിക്കുട്ടി ഇതാ അടുത്തെന്തോ ഐറ്റമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളുടെ മെയിൻ പരിപാടി ഒരു വിളമ്പൽ തന്നെ കേട്ടോ. വിളമ്പാൻ വേണ്ടി ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു സദ്യക്ക് ഇപ്പോൾ ഈ ഓണത്തിന് വിളമ്പുന്നത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ പണിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കായാലും അച്ചാറും പപ്പടും ആൾ തന്നെ വിളമ്പൂട്ടോ. അവൾക്ക് വിളമ്പാനൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് എപ്പോഴും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു പൊന്തിരി വെട്ടം തന്നെയാണല്ലേ. അതുകൂടാതെ എനിക്ക് ഈ ഒരു ഓണം കുറച്ചുകൂടി സ്പെഷ്യലാവാൻ നിങ്ങൾ ഓരോരുത്തരും ആട്ടോ കാരണം. വേറൊന്നുമല്ല, ഞാൻ ഈ ഒരു ആവണീസ് വ്ലോഗ് എന്ന് പറഞ്ഞ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം ആയിട്ടില്ല. അപ്പോഴത്തേനും നമ്മളെ ഈ ഒരു വ്ലോഗൊക്കെ കണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഒത്തിരി നമ്മൾ ഒരു ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ തന്നെ എന്ത് പറ്റി ചേച്ചി വീഡിയോ ഇട്ടില്ലല്ലോ, എന്ത് പറ്റി കണ്ടില്ലല്ലോ, എവിടെ പോയി എന്നൊക്കെ തിരക്കി അന്വേഷിച്ച് വരുന്ന ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന അത്രയും സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒത്തിരി പേരെ എനിക്ക് കിട്ടിയിട്ടോ. അതുതന്നെയല്ലേ നമുക്ക് കിട്ടാവുന്ന ഭാഗ്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു സന്തോഷം, ഒരു ഭാഗ്യം എന്നൊക്കെ പറയുന്നത്. എന്തായാലും അത് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും തുടർന്ന് നിങ്ങളുടെ ഒരു സപ്പോർട്ട് സ്നേഹമൊക്കെ ഉണ്ടാവണം. അതേപോലെ
പുതിയതായിട്ട് നമ്മുടെ വ്ളോഗൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്. അപ്പോൾ അതിലൊരു ഓൾ എന്നൊരു ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാണെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അത് എനേബിൾ ചെയ്യാൻ ആരും മറന്നു പോവല്ലേ. അങ്ങനെ അകൃത്യമായിട്ട് ഇവിടെ വിളമ്പൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എത്ര നേരമായിട്ട് ആളുടെ വിളമ്പൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്തൊരു കഷ്ടമാണ്. എല്ലാവർക്കും വിളമ്പി കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് 2 വായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. വിളമ്പൽ കഴിഞ്ഞോ എന്താ. ഇടയ്ക്കാണെങ്കിൽ പോയിട്ട് ക്യാമറയിൽ നോക്കുന്നുണ്ട്. ക്യാമറ ഞാൻ ബാക്ക് ക്യാമറ ഇട്ടിട്ട് വെച്ചുകൊണ്ട് തന്നെ ആളുടെ ഫേസ് അതിൽ കാണുന്നില്ല. അപ്പോൾ അതാ വീണ്ടും തിരിഞ്ഞിങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഒരാളുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ആളെല്ലാം മടക്കി പോയിട്ടുണ്ടേ. പിന്നെ ഇവളുടെ കളിയും ചിരിയൊക്കെ കാണാൻ വേണ്ടി ഒരു പ്രത്യേക രസം തന്നെയാണ്. നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നതേ അറിയില്ല കേട്ടോ ഇവളുടെ കൂടെ ഇങ്ങനെ. അങ്ങനെ ഇതാ നമ്മുടെ ഇലക്കിതാ ആളെത്തിയിട്ടുണ്ട് ഗൈസ്. വേറൊന്നും അല്ല കേട്ടോ. നമ്മളെ വിളമ്പി ഒരു ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരില നമ്മൾ എക്സ്ട്രാ അറിയാതെ വിളമ്പിന്ന്. അപ്പോൾ നമ്മുടെ ആവണിക്കൂട്ടി എല്ലാവർക്കും വിളമ്പലൊക്കെ കഴിഞ്ഞ് ഒരു സർക്കിട്ട് എല്ലാം കഴിഞ്ഞ് ഇതാ വന്ന് ഇലയിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇരുന്ന് കഴിച്ചാൽ മതിയായിരുന്നു. സ്വന്തമായിട്ട് ഇതാ വാരി കഴിക്കട്ടെ. ഞങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അത് ചുമന്ന് പോകാനുള്ള പരിപാടിയാണെന്ന് ഇതാ മടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആളുടെ കുഞ്ഞല അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ തൊട്ടടുത്തായിട്ട്. അതിൽ നിന്ന് 2 വായി കഴിച്ചിട്ട് നേരെ അങ്ങ് പോയതാണ്. അപ്പോൾ ഇതാ അടുത്തല്ല. അപ്പോൾ എന്തായാലും ഇല വിളമ്പിയത് വെറുതെ ആയില്ലാണ്. അപ്പോൾ ഇലയ്ക്കുള്ള ആൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇല വിളമ്പും അറിയില്ലായിരുന്നു കേട്ടോ. നമ്മുടെ ആവണിക്കുട്ടിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇന്ന് വിളമ്പി ഒരു ഇല എക്സ്ട്രാ അങ്ങ് ആയിപ്പോയതാണ്. അങ്ങനെ ഇതാ പപ്പടം വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ മാമനെ കൊണ്ട് ഓരോന്നൊക്കെ കൊണ്ടുവരിപ്പിക്കുന്നുണ്ട് കേട്ടോ. അച്ചാറൊക്കെ തൊട്ട് നോക്കിയിട്ട് സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. ആൾക്ക് പിന്നെ പുളി എരിവ് ഉപ്പ് അതിനോടൊക്കെ കേട്ടോ. മധുരത്തിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. പപ്പടമൊക്കെ ഇതാ ആൾ ചോദിച്ച് വാങ്ങിയിട്ടുണ്ടേ. വാങ്ങി അതേ സ്പീഡിൽ തന്നെ അതിന് പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പപ്പടവും പഴവും പായസവും ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെ കമൻറ്റ് ചെയ്യണം. എനിക്ക് എന്തായാലും പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ കഴിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. അങ്ങനെ എന്തായാലും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ആ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടി എല്ലാവരും സിറ്റ് ഔട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഒരാൾ ഇവിടെ ഫുൾ പവറായിട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആവണിക്കുട്ടി നോക്കിയ വണ്ടിയുടെ പൊക്കത്ത് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും 2 ആളെ അപ്പുറത്തും ഇപ്പുറത്ത് നിർത്തിയിട്ടുണ്ട് ആളെ പിടിക്കാൻ വേണ്ടിയിട്ട്. അവളുടെ വണ്ടിയുടെ പൊക്കത്തിൽ നിന്ന് കുറേ നേരം ചാടിത്തുള്ളിലേക്ക് കളിച്ചിട്ട് വീണ്ടും അടുത്ത വണ്ടിയിലേക്ക് കളിക്കാൻ വേണ്ടി വന്നിരിക്കണം. പൊക്കത്ത് കൂടി കേട്ടോ ഫുൾ അഭ്യാസം. തുള്ളി പോകണ്ടോ മാനുകുഞ്ഞുങ്ങളൊക്കെ തുള്ളി പോലെ അതേപോലെ എന്തായാലും നല്ല രസമായിട്ട് ആളുടെ ഈ ഒരു കളിയും ചിരിയും കാണാൻ വേണ്ടി. നമുക്ക് ടൈമേ പോണത് അറിയുന്നില്ല കേട്ടോ. നമുക്ക് ഏത് വഴി ചാടുന്ന കൺഫ്യൂഷൻ. നല്ല ചിരിയാട്ടോ. എന്ത് പറ്റിയെന്നോ നല്ല എന്താ ഒരാൾ നല്ല ഹാപ്പി ആയിട്ട്. അവളുടെ സന്തോഷം തന്നെയാണ് നമ്മളെ സന്തോഷം. അപ്പോൾ അവളെന്തായാലും കുറച്ചു നേരം കളിക്കട്ടെ. പിന്നെ നമ്മുടെ കാലാവസ്ഥ നമ്മുടെ ആവണിക്കുട്ടിക്ക് കുറച്ച് അനുകൂലമെന്ന് പറയാം കേട്ടോ. കാരണം പറഞ്ഞാൽ നമ്മുടെ തുടക്കത്തിൽ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിലും രാവിലെയൊക്കെ നല്ല മൂടലും തണുപ്പൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ആ ഒരു കോടയൊക്കെ പോയപ്പോൾ ഒന്ന് തെളിഞ്ഞിട്ടോ കുറച്ചൊന്ന് ക്ലൈമറ്റ് ഒക്കെ ഒന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. രണ്ടാളെ നിർത്തിയിരിക്കുന്നു. ആവണിയുടെ ഉണക്കളി തുടങ്ങി. എന്താ പരിപാടി? കളിയും ചിരിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാ. പിന്നെ ആളിതാ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ വീഡിയോ വന്നിട്ടുണ്ട്. എന്തായാലും അധിക നേരം ഒന്നും ഇരിക്കില്ല കേട്ടോ. അതേ സ്പീഡിൽ തന്നെ ഇറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. പോയിട്ടോ. ഡ്രസ്സ് ഇട്ടാൽ മാത്രം പോരല്ലോ, അതിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാനല്ലോ. അപ്പോൾ സ്വന്തമായിട്ട് നമ്മുടെ ആവണ്ടിക്കുട്ടി ആളുടെ ഡ്രസ്സിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് ആ ഒരു ഗ്ലാസ്സിൽ കൂടെ ആളെ കാണുന്നുണ്ടല്ലോ. പിന്നെ ഇതാ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഏതുടുപ്പ് ആര് വാങ്ങിക്കൊടുത്താലും അപ്പോൾ ഒരു കറക്കം. അത് നിർബന്ധമാണ് ഞങ്ങൾക്ക്. നല്ല ഇഷ്ടമാണ് നമ്മുടെ ആവണിക്കുട്ടിക്ക് ഇത് ഹീ പോലെ കറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കറക്കമൊക്കെ കഴിഞ്ഞ് കുറേ നേരം കണ്ണാടിയുടെ ഫ്രണ്ടിലൊക്കെ പോയിട്ട് സൂപ്പർ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്തായാലും താൻ 2 ചെരുപ്പും കാലിൽ ഇടാനുള്ള പരിപാടിക്ക് തന്നെയാണേ. ചെരുപ്പെല്ലാം എടുത്തിട്ട് എങ്ങോട്ടാണോ എന്തോ. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ച് ഓണമൊക്കെ ആഘോഷിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഓണവിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നോക്കി ചെറുതായിട്ടൊന്ന് മഴ പൊടിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് തകർക്കാനുള്ള ഉദ്ദേശമാണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നൊരു ബൈ.